വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങളിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ 10 ദിവസം പൂർണ്ണമായി രാത്രി ഉറങ്ങാതെ ആരാധനകളിൽ പ്രവാചകൻ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ലൈലത്തുൽ ഖദർ വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ച ആ ഒരു രാത്രി നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷത്തേക്കുള്ള ഖദറുകൾ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുന്ന ആ രാത്രി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമാണ് ആ ഒരു രാത്രി നേടിയെടുത്ത ഒരു മനുഷ്യന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആ രാത്രികളിലൂടെയാണ് ഇത്രയും ദിവസങ്ങൾ കടന്നുപോയത്. ഇപ്പോൾ നാം നിലനിൽക്കുന്നത് അങ്ങനെ ഒരു രാത്രിയിലാണ്. ഇനിയുള്ള ദിവസങ്ങളും ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ്. അപ്പോൾ ആ രാത്രി പൂർണ്ണമായി ലഭിക്കുന്ന ആളുകളുണ്ടാകും. പൂർണ്ണമായി മഗ്രിബ് മുതൽ സുബഹി വരെ, അതാണ് അതിൻ്റെ സമയം. അതിൻ്റെ ചില സന്ദർഭങ്ങൾ പള്ളിയിൽ മാത്രമല്ല, വീട്ടിലാണെങ്കിലും രാത്രി കാലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണവും നമസ്കാരവും ആരാധനയും പ്രാർത്ഥനയും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ എത്രയാണോ അതിൻ്റെ ദൈർഘ്യം, അതിനനുസരിച്ചുകൊണ്ട് അത് ലഭിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പള്ളിയിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇശാ നമസ്കാരവും തറാവീഹും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത് രാത്രിയുടെ കുറച്ചു ഭാഗം നമ്മളും ആരാധനയിലാണ്. അപ്പം ഇതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു പൂർണ്ണമായി ഏതാണോ ആ രാത്രി പൂർണ്ണമായി ലഭിച്ചവർക്ക് പൂർണ്ണമായ അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഭാഗികമായ പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അതിൻ്റേതായ പ്രതീക്ഷയോടെ അതിൻ്റേതായ നീയത്തോടു കൂടി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഫضل കൊണ്ട് റഹ്മത്ത് കൊണ്ട് അതും ലഭിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു നീയത്ത് നമുക്ക് വേണം. പള്ളിയിലേക്ക് വരുമ്പോൾ ഇത് അവസാനത്തെ 10 അതിൽ തന്നെ പ്രവാചകൻ പറഞ്ഞു ഒറ്റയിട്ട രാവിന് പ്രത്യേകതയുണ്ട്, അതിലാണ് കൂടുതൽ ആ രാത്രിക്ക് സാധ്യത. ഇത് ഒറ്റയിട്ട രാവാണ്, ഇനി അല്ലെങ്കിലും ഇത് അവസാനത്തെ 10. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീയത്തോടു കൂടി ഈ അവസാനത്തെ ഈ ദിനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം സക്കാത്തുൽ ഫിത്റാണ്. റമളാൻ എന്നത് നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിക്കളയാൻ നമുക്ക് നൽകുന്ന ഒരു മാസമാണ്. ഏറ്റവും അവസാനവും അള്ളാഹു അതിനുള്ള ഒരു സംവിധാനം നമുക്ക് വേണ്ടി ഒരുക്കിയതാണ് സക്കാത്തുൽ ഫിത്ർ എന്നത്. ഫിത്ർ എന്നാൽ അവസാനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. റമളാൻ അവസാനിക്കുക. ആ സക്കാത്തുൽ ഫിത്ർ നമ്മൾ നൽകുമ്പോഴും അത് ഏറ്റവും നല്ല നീയത്തോടെ, ഉദ്ദേശത്തോടെ, എന്തിനാണ് ഞാൻ ഈ പണം ഏൽപ്പിക്കുന്നത്, എന്തിനാണ് ഞാൻ സക്കാത്തുൽ ഫിത്ർ നൽകുന്നത് എന്ന ഒരു അറിവോടുകൂടി നമ്മളത് നിർവഹിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സക്കാത്തുൽ ഫിത്റിനെ കുറിച്ച്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി വതുഅമത്തൻ ലിൽ മസാകിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, സക്കാത്തുൽ ഫിത്ർ എന്നത് നിർബന്ധമാണ്. അതെല്ലാ മുസ്ലിങ്ങളുടെ മേലും നിർബന്ധമാണ്. അതിൽ സമ്പത്തുള്ളവൻ ഇല്ലാത്തവൻ എന്നൊന്നും വ്യത്യാസമല്ല. എല്ലാ ആളുകൾക്കും സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. അതെന്തിനാണ് സക്കാത്തുൽ ഫിത്ർ? തുഹറത്തൻ ലിസ്വാഇമി, അത് നോമ്പുകാരനെ ശുദ്ധീകരിക്കുകയാണ്. മിനൽ ലഗ്വി വറഫസി, മിനൽ ലഗ്വി വൽ റഫസി. ലഗ്വ് റഫസ് എന്ന് പറഞ്ഞാൽ അൽ കലാമുൽ മുഹറമുല്ലദി ബഖാ മിൻഹു ഫി റമളാൻ, അള്ളാഹു നിഷിദ്ധമാക്കിയ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചില സംസാരങ്ങൾ റമളാനിൻ്റെ ഈ ദിനരാത്രങ്ങളിൽ, പകലുകൾ പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ തുഹറത്തൻ ലഹു മിനൽ ഫവാഹിശി മിനൽ കലാമി ഇദാ ലം യകും മിനൽ കബായിരി. ചില സംസാരങ്ങളൊക്കെ, ചില വൃത്തികെട്ട ശരിയല്ലാത്ത ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഉള്ള മനുഷ്യന്മാർക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗീബത്തോ നമീമത്തോ ഒക്കെ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സക്കാത്തുൽ ഫിത്റിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ്. അപ്പം അതിനാണ് സക്കാത്തുൽ ഫിത്ർ. സക്കാത്തുൽ ഫിത്ർ അതിനാണ് നൽകുന്നത്. നമ്മുടെ
നോമ്പിൻ്റെ പകൽ സമയങ്ങളിൽ നോമ്പിനെ നിഷ്ഫലമാക്കുന്ന എന്തെങ്കിലും സംസാരമോ കാര്യമോ നമ്മുടെ അടുത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ സക്കാത്തുൽ ഫിത്ർ നമ്മൾ നൽകുന്നതോടുകൂടി അത് ശരിയായി റബ്ബിനോട് പ്രാർത്ഥിച്ച് അത് ശരിയാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നൽകുക എന്നതാണ്. രണ്ടാമത്തേത് തുഅമത്തൽ ലിൽ മസാക്കിനി, അത് പാവപ്പെട്ടവർക്ക് ഭക്ഷണമാണ്. അപ്പോൾ സക്കാത്തുൽ ഫിത്ർ എന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ അയൽവാസികൾക്ക് അങ്ങോട്ട് അരി കൊടുക്കും, അയൽവാസികൾ വേറൊരു പാത്രത്തിൽ ഇങ്ങോട്ടും അരി കൊടുക്കും. അപ്പം അവരുടെ പൂതി സക്കാത്തുൽ ഫിത്ർ കഴിഞ്ഞു എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കേന്ദ്രത്തിൽ ശേഖരിക്കുകയാണ്. ഇനി നമ്മളും അത് ശേഖരിച്ച് എല്ലാ ആളുകൾക്കും ഒരുപോലെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയല്ലത്. ഇത് നോമ്പുകാരനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. ആർക്കാണ് ഭക്ഷണം? ഭക്ഷണമായിക്കൊണ്ട് അരിയായിക്കൊണ്ട് നൽകേണ്ടത് വത്തുഅമത്തൽ ലിൽ മസാക്കീനി, അത് പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ്. അപ്പൊ നമ്മൾ മിസ്കീനാണോ? ഒരു പക്ഷേ ഓരോ നാടിൻ്റെ അവസ്ഥ ഉണ്ടാവും, എല്ലാവരും ഒരേ അവസ്ഥയിലായിരിക്കും. ഒരു പക്ഷേ അപ്പോൾ എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ടി വരും. എന്നാൽ ചില സ്ഥലങ്ങളിൽ സമ്പന്നരായ ആളുകളുണ്ടാവും, ദരിദ്രരായ ആളുകളുണ്ടാവും. അവർക്ക് ആ സക്കാത്തുൽ ഫിത്റിന്റെ ആ നൽകിയ പണം, അതുകൊണ്ടുള്ള അരി, അതല്ലെങ്കിൽ അവർ നൽകിയ ആ നാട്ടിൽ എന്താണോ നൽകുന്നത് അരി തിരിച്ചു വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം ഏറ്റവും സൂക്ഷ്മത മിസ്കീൻ അല്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങാതിരിക്കുക എന്നതാണ്. അത് നമ്മുടേതായ കഴിവും പ്രാപ്തിയും വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. അപ്പം അതാണ് സക്കാത്തുൽ ഫിത്ർ. അതാണ് ഇതിനു വേണ്ടിയാണ് സക്കാത്തുൽ ഫിത്ർ നമ്മൾ നൽകുന്നത്. ആർക്കൊക്കെയാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് അലൽ അബ്ദി വൽ ഹുർരി വദ്ദക്കരി വൽ ഉൻസാ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട അടിമകൾ, സ്വതന്ത്രർ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വലിയവർ, ഇങ്ങനെ മുസ്ലിങ്ങൾക്കെല്ലാം അത് നിർബന്ധമാണ്. ഇന്ന് പ്രസവിച്ച ഒരു കുട്ടി വീട്ടിലുണ്ടോ, ആ കുട്ടിക്ക് സക്കാത്തുൽ ഫിത്ർ നൽകണം. ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത് ഗർഭാവസ്ഥയിലുള്ള അവസ്ഥയിൽ പോലും ആ കുട്ടികൾക്ക് സക്കാത്തുൽ ഫിത്ർ നൽകണമെന്നതാണ്. അപ്പം അതാണ് സക്കാത്തുൽ ഫിത്ർ, എല്ലാവർക്കും നിർബന്ധമാണ്. ഇതിലൂടെ ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല, സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പന്നർ നൽകുന്നു, ദരിദ്രർ വാങ്ങുന്നു. സക്കാത്തുൽ ഫിത്റിലൂടെ എല്ലാവരും നൽകുക, ഇതിലേക്ക് നൽകുക, കൊടുക്കുക എന്ന നല്ല ഒരു സംസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തുൽ ഫിത്റിലൂടെ സംവിധാനിക്കുകയാണ്. അത് എത്രയാണ് നൽകേണ്ടത്? സക്കാത്തുൽ ഫിത്രി സ്വാഅം മിനത് തംരി ഔ സ്വാഅം മിനശ് ശഈർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ അവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ കൊടുത്തിരുന്നത് ബാർലിയായിരുന്നു, ഈത്തപ്പഴമായിരുന്നു, വെണ്ണയായിരുന്നു, മുന്തിരിയായിരുന്നു, ഇതൊക്കെയായിരുന്നു അവർ നൽകിയിരുന്നത്. കാരണം അവരുടെ ആഹാരം അതായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അരിയാണ്. അതുകൊണ്ട് ആ അരി നൽകുക, അതല്ലെങ്കിൽ അത് ശേഖരിക്കുവാനുള്ള പണം നൽകുക. ഒരു സ്വാഅ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോഗ്രാം മുതൽ ഒരു 250, 200 മുതൽ 3 കിലോഗ്രാം വരെ എന്ന വിവിധ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 200, 200 ഒക്കെ അരി വാങ്ങുവാനുള്ള ഒരു പണമാണ് നമ്മളൊക്കെ അതിനു വേണ്ടി ശേഖരിക്കുന്നത്. അത് നമ്മൾ നൽകുമ്പോൾ ഈ ഒരു നിയ്യത്ത് നമുക്ക് വേണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എപ്പോഴാണ് നൽകേണ്ടത്? അത് നൽകേണ്ടത് ഇപ്പൊ നമ്മൾ സക്കാത്തുൽ ഫിത്റിന്റെ പണം വാങ്ങുന്ന സമയമാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് ആളുകൾക്ക് നൽകണമല്ലോ. അതെപ്പോഴാണ് നൽകേണ്ടത്? വഅമറ ബിക അൻ തുഅദ്ദി ഖബ്ല ഖുറൂജിൻ നാസ് ഇല സ്വലാത്ത്, ജനങ്ങൾ നമസ്കാരത്തിലേക്ക് പോകുന്നതിന്റെ മുൻപ് അത് ആളുകളുടെ വീട്ടിലെത്തിക്കണം, പാവപ്പെട്ടവരുടെ വീട്ടിലെത്തിക്കണം, അതല്ലെങ്കിൽ നമ്മൾ നൽകാൻ തീരുമാനിച്ച ആളുകളിലേക്ക് എത്തിക്കണം. നമസ്കാരത്തിന് ശേഷം സക്കാത്തുൽ ഫിത്റിന്റെ അരി എത്തിച്ചു കഴിഞ്ഞാൽ അത് സക്കാത്തുൽ ഫിത്റായി പരിഗണിക്കുകയില്ല, അത് കേവലം ഒരു സ്വതക്കയായിട്ടേ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ശേഖരിക്കുന്ന ആളുകൾ വളരെ ഉത്തരവാദിത്തമാണ്, നൽകുന്ന ആളുകൾ അതും വളരെ ഉത്തരവാദിത്തമാണ്. ആർക്കാണ് നൽകേണ്ടത്, ആരാണ് വാങ്ങേണ്ടത് എന്നതൊക്കെ കൂടിയാലോചനയിലൂടെ നാം വളരെ പ്രാധാന്യത്തോടു കൂടി തീരുമാനിക്കേണ്ട നിർബന്ധമായ ഒരു ഇബാദത്തും ആരാധനയുമാണ് സക്കാത്തുൽ ഫിത്ർ. ഇതൊക്കെ ഈ റമളാനിന്റെ അവസാനത്തെ 10 പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.